ഇന്ന് നമുക്കൊരു അയിലക്കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് പെരുംജീരകം ഉലുവയും പൊട്ടിച്ചു. എന്നിട്ട് ഉള്ളി ഇട്ട് വാട്ടി, ഒപ്പം കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും വാട്ടി. അത് നല്ലോണം വാടി വരുമ്പോൾ അടുത്തത് അതിൽ കുറച്ച് തക്കാളി ഇട്ടു. തക്കാളിയും കൂടി ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് നല്ല വാടി വന്നു. വാടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, അതൊക്കെ നമ്മൾ പാകം കേട്ടോ. ഇത്ര സ്പൂൺ എന്നൊന്നും പറയില്ല. അത് ഇളക്കി നന്നായി ഇളക്കി സെറ്റാക്കി വെച്ചു. നന്നായി കണ്ടോ, നല്ല ഇളക്കി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് സ്റ്റവ് ഓഫാക്കി ചൂടാറാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനൊരു പാത്രത്തിൽ തേങ്ങയൊക്കെ ചിരകി മിക്സിയിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചൂടാറിയിട്ട് ഈ മസാല ആ തേങ്ങയിൽ ഇട്ടു കേട്ടോ. അത് നന്നായിട്ട് ഫുള്ള് വടിച്ച് അതിലിട്ടിട്ടുണ്ട്. എന്നിട്ടിത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ട് അത് സെയിം ചട്ടിയിൽ തന്നെ ഞാൻ തേങ്ങ ഒഴിച്ചു. കുറച്ച് മിക്സി അത് കഴുകിയിട്ട് വയറ്റി കുറച്ച് അതിലേക്ക് പാർന്നു കേട്ടോ വെള്ളം. എന്നിട്ട് അതിലേക്ക് പുളി ഒഴിച്ചു കേട്ടോ. പുളി പിഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. പാകത്തിന് ഉപ്പിട്ട് നന്നായി തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കി ഉപ്പൊക്കെ പാകത്തിനുണ്ട് നോക്കിയപ്പോൾ നന്നായിട്ടുണ്ട്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് അതിലൊരു മുളക് ചീന്തിയിട്ട് കേട്ടോ. വേണമെന്നൊന്നുമില്ല, വെറുതെ ഒന്ന് ഇട്ടുവെന്നേ ഉള്ളൂ. എന്നിട്ട് അത് തിളച്ച് വരുമ്പോൾ മീൻ കഷ്ണങ്ങൾ നമ്മൾ അതിൽ കുറച്ച് കഷ്ണങ്ങൾ ഇട്ടു കേട്ടോ. അപ്പോൾ ഞാൻ അയില കുറച്ച് മേടിക്കാറുള്ളൂ കേട്ടോ. 1/4 kg അങ്ങനെയൊക്കെ മേടിക്കുള്ളൂ. ആകെ 4-5 കഷ്ണമേ ഉള്ളൂ. അതിൽ കുറച്ച് ഒരു 4 കഷ്ണം വറുക്കാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച് റെഡിയായി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി.